ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എൻ്റെ ബ്രദർ എൻ്റെ ചേട്ടന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോവാണ്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ജ്യോതി ചേട്ടനും കൂടെ ചേർന്നിട്ട് ചേട്ടന് ഇതുപോലെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം, ബർത്ത്ഡേക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള ധാരണയിലിരിക്കുകയാണ്. അപ്പം അവിടെ ATM കയറാനായിട്ട് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തപ്പോൾ കുഞ്ചൂസ് ചേട്ടൻ്റെ മടിയിൽ കയറിയിരുന്ന ഭയങ്കര ഡ്രൈവിങ്, വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടേക്കാണ്. അപ്പം നമ്മൾ പത്തനംതിട്ടയിലുള്ള ഓക്സിജനിലേക്കാണ് ആദ്യം പോയത്. അപ്പോൾ ഓക്സിജനിൽ കയറി ഒരു ഫോൺ നോക്കാം, ഫോണ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഉപയോഗിക്കുന്ന ആളുടെ ഒരു കൺവീനിയൻസ് കൂടെ നോക്കണമല്ലോ, കാരണം അവരുടെ താല്പര്യം കൂടെ അനുസരിച്ചാണല്ലോ. ഫോണെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ചേട്ടനെയും കൂടെ കൂട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നോട് ധാരണയിലായിരുന്നു ഞാനും ജ്യോതിഷേട്ടനോട്. പക്ഷേ അത് പറ്റിയില്ല. ഞാൻ പറഞ്ഞു ജ്യോതിഷേട്ടൻ അത് വേണ്ട, കാരണം എൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് എനിക്ക് ഒരു ഫോണെന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ള ഫോൺ. അപ്പം അതുകൊണ്ട് ചേട്ടനെയും കൂടെ കൂട്ടിയതാണ്. ഓക്സിജനിൽ പോയി. അപ്പം അളിയനും കൂടെ കൂനകക്ഷമായിട്ട് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സാംസങ്, വിവോ ഇത് രണ്ടിൽ ഏതെങ്കിലും വാങ്ങാനാണ് വിചാരിക്കുന്നത്. പുള്ളിക്ക് ഐഫോണിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ വിവോ ഒരുപാട് നോക്കിയപ്പം വിവോ ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് വിവോ X200 Pro എന്ന് പറയുന്ന ഫോണാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം അതിൽ കളർ വേരിയൻ്റ് ഇല്ലായിരുന്നു, ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഇവിടെ ഇറങ്ങി വേറൊരു കടയിൽ ചെന്ന് ഇങ്ങനെ നോക്കി ചെക്ക് ചെയ്തു. അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും അവിടെ ആ കളർ ഇല്ലായിരുന്നു. അവസാനം ജ്യോതിഷേട്ടൻ ഒരു ചിരിച്ചു. കാരണം വെറുതെ ഇറങ്ങിയതാണോ എന്നുള്ളൊരു ഒരു തോന്നൽ പുള്ളിയുടെ ഉള്ളിലുണ്ടായി കാണും. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പം എന്നെ ഒന്ന് ചിരിച്ച് കാണിച്ചു. എനിക്ക് മനസ്സിലായി കളിയാക്കിയതാണ്. പിന്നെ പോട്ടെ, അവനെ കൊണ്ട് നേരെ തിരിച്ച് നമ്മൾ ഓക്സിജനിൽ വന്നിട്ട് ഈ ഒരു ചെറിയ സാധനത്തിനെ കണ്ടോ, ഋതു എന്നാണ്, ഇതാണ് ഞങ്ങളുടെ വാവ. അപ്പോൾ ഇവന് അടങ്ങിയിരിക്കുന്ന പ്രശ്നമേ ഇരിക്കുന്നില്ല. ഒരു 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ മാമനെയും കൊണ്ട് എണ്ണ വരപ്പിക്കുകയാണ്. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പാടെ ഭയങ്കര പണി. അങ്ങനെ അവസാനം നമ്മൾ വിവോയുടെ ഫോൺ വാങ്ങിയിട്ട് അത് അൺബോക്സിംഗ് ആണ് നടക്കുന്നത്. അൺബോക്സ് ചെയ്തു. ഞങ്ങൾ രാവിലെ 11 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം 2:30-3 മണിയാകാറായി സമയം. അവസാനം ആ ഫോൺ തന്നെ എടുത്തു. ആദ്യം കണ്ടിഷ്ടപ്പെട്ട ഫോൺ തന്നെ എടുത്തു. ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ് കേട്ടോ, സൂപ്പർ ക്യാമറയാണ്. അവസാനം ഫോണൊക്കെ നമ്മൾ വാങ്ങി. ഇതുപോലെ കുറച്ച് ഷോ ഓഫൊക്കെ നടത്തി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, തിരിച്ചു പോന്നു.